വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗാണ് ഇന്ന് രാത്രി 11:30 നടക്കാൻ പോകുന്നത്. സ്വർണ്ണവില ഇനി എങ്ങോട്ട് എന്ന് പ്രവചിക്കണമെങ്കിൽ ആ മീറ്റിംഗിന് ശേഷമേ പറയാൻ പറ്റൂ. ഒരുപക്ഷെ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം വരികയാണെങ്കിൽ സ്വർണ്ണവില വരും ദിവസങ്ങളിൽ അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടർന്നേക്കും. അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊന്നുമില്ലെങ്കിൽ സ്വർണ്ണവില വീണ്ടും കുറയാനാണ് സാധ്യത. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇന്ന് 24K തങ്കം വിലയിലെല്ലാം അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം നേരിട്ടത്. ഇന്നലെ രാത്രിയോടുകൂടി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനീൻ കൊല്ലപ്പെട്ടു എന്ന ഒരു വാർത്ത വന്നതോടുകൂടി സ്വർണ്ണ വിപണി വീണ്ടും ഉണരുകയായിരുന്നു. ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതിനാലും സ്വർണ്ണവില കൂടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. സ്വർണ്ണവില ഇന്ന് ഒരു പവന് 640 രൂപ കൂടി 51,200 വ്യാപാരം നടന്നത്. 640 രൂപയായിരുന്നു വർദ്ധിച്ചത്. അതേസമയം 24K തങ്കം വിലയിലും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം നേരിട്ടു. രാത്രിയോടുകൂടി ഗ്രാമിന് 7,120, തൃശ്ശൂരിൽ 25 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. 9 ounce ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് 400 മുതൽ 500 രൂപയുടെ അധികം വില ലഭിച്ചേക്കാം. ഇന്നത്തെ ബോർഡ് റേറ്റിനേക്കാൾ ഒരു പവന് 400 മുതൽ 500 രൂപ അധികം വില ലഭിച്ചാലേ 9 ounce ഗോൾഡ് വിൽക്കേണ്ടതുള്ളൂ. വെള്ളി വിലയും കൂടി ഗ്രാമിന് 90-ലും 10 ഗ്രാമിന് 900-ലുമാണ് വ്യാപാരം നടക്കുന്നത്. കൃത്യമായ നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.